ഇനിയൊരു തിരിച്ചുവരവില്ലാത്തൊരു ജോജുവിൻ്റെ മൂവി ആയിപ്പോയി വരവ്. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ടോട്ടൽ ഡിസപ്പോയിൻറ്റിങ് അവസ്ഥയാണ് ഈ മൂവിയിൽ നിന്നുണ്ടായത്. കണ്ടും അടുത്ത് 2000-ങ്ങളിൽ ഇറങ്ങേണ്ടിയിരുന്ന ഒരു മൂവി, അന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ മേ ബി ഈ മൂവി നല്ലൊരു വിജയത്തിലേക്കൊക്കെ എത്തിയേനെ. കാരണം പല തമാശകളായാലും പല രംഗങ്ങളായാലും ക്യാമറ ആയാലും ലൈറ്റിംഗ് ആയാലും എല്ലാം ഒരു 2000 രീതിയിൽ നമുക്ക് കാണുന്ന ഒരു ഫീലാണ് തോന്നിയത്. അന്ത കാലത്ത് ഇറക്കിയിരുന്നെങ്കിൽ മേ ബി ഇതൊരു പെരിയ പടം ആയേനെ. രണ്ട് കടുവയിലെ ലൈറ്റിംഗ് ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, അത് ഭയങ്കര ഏച്ചു വെച്ചതുപോലെ ഇരിക്കും പല സ്ഥലത്തും. അതേപോലത്തെ സംഭവമായിരുന്നു ഇവിടെ. ഷാജി കൈലാസിന്റെ സ്ഥിരം ഒരു ലൈറ്റിംഗ് പാറ്റേണും ഒരു ഡയറക്ഷനും ക്യാമറ വർക്കും എല്ലാമാണ് ഇതിൽ വരുന്നത്. നമ്മൾ കാസ്റ്റ് നോക്കുകയാണെങ്കിൽ ജോജു, പിന്നെ വേറെ അശോകനുണ്ട്, അർജുൻ അശോകനുണ്ട്, നമ്മുടെ തിലകന്റെ കൊച്ചുമോനുണ്ട്, മുരളി ഗോപി, ബാബുരാജ്, സാനി അയ്യപ്പൻ, ബൈജു, വാണി വിഷ്ണു, അതിങ്ങനെ കുറേ പേരുണ്ട് പടത്തിൽ. പക്ഷെ ഇവരെയൊക്കെ എന്തിന് പ്ലേസ് ചെയ്തു എന്ന് പല സ്ഥലത്തും നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ മൂവി പോയിരിക്കുന്നത്. പക്ക ഒരു ആക്ഷൻ ഡ്രാമ എന്റർടൈനർ ആയിട്ടാണ് മൂവി ഇറക്കിയെങ്കിലും വെറും ആക്ഷനും ഒരു എന്റർടൈൻമെന്റ് ഇല്ലാത്തൊരു പടമായിപ്പോയി. കാരണം ഒരു റിവഞ്ച് സ്റ്റോറിയാണ്, പക്ക ഒരു റിവഞ്ച് സ്റ്റോറിയാണ്. നടൻ 10 ദിവസം പരോളിൽ ഇറങ്ങുന്നു, അനിയന്റെ എന്തു സംഭവിച്ചു, അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിനെ കുടുക്കിയ ആൾക്കാരോട് പകരം വീട്ടാനായിട്ട്. ആ വില്ലനായിട്ട് വരുന്ന മുരളിയാണ്. മുരളിയുടെ മകനായിട്ടാണ് നമ്മുടെ തിലകന്റെ കൊച്ചുമോനുള്ളത്. അപ്പം ഇവരെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള പല കഥാപാത്രങ്ങളും അതുപോലെ എടുത്ത് പഴയൊരു സാധനം പുതിയൊരു പെട്ടിക്കകത്ത് തന്നു എന്നൊരു രീതിയിൽ ഉള്ളൊരു പടമാണിത്. ഇതിൽ ആകപ്പാടെ കുറച്ച് നല്ല കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോജുവിന്റെ കുറച്ച് ഫൈറ്റ് സീൻസ് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസും പുള്ളി ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പുള്ളി ഇടിക്കുന്ന ഇടിയൊക്കെ നല്ല ഫീൽ ചെയ്യും. കൊള്ളാം എന്നൊരു ഫീൽ വരും. അത് ഒഴിച്ചു നടത്തി കഴിഞ്ഞാൽ സിനിമയുടെ ലൈറ്റിംഗ് ആവട്ടെ, എനിക്ക് ഭയങ്കര ഷോക്കായിട്ട് ലൈറ്റിംഗ് തോന്നി. പല സ്ഥലത്തും ഒരു ഏച്ചു വെച്ചിരിക്കുന്ന സാധനം പോലെ. നമ്മുടെ കടുവ സിനിമയിലൊക്കെ ചില സ്ഥലത്ത് ബാക്കിൽ നിന്ന് ലൈറ്റ് അടിക്കും, ഒരു ഭയങ്കരമായിട്ട് ഒരു സൈഡ് മാത്രം ഒരു ഭയങ്കര മഞ്ഞ ഷെയ്ഡ് വരും. അങ്ങനത്തെ ഒരു ഫീൽ ഈ സിനിമയിൽ ഒരുപാടുണ്ട്. ഷാജി കൈലാസിന്റെ സ്ഥിരം സാധനം. പിന്നെ പുള്ളിയൊക്കെ ഇതുവരെ പണ്ടത്തെ ആ ഒരു മോഡലിൽ നിന്ന് തിരിച്ച് വന്നിട്ടില്ലാത്ത പോലെ ഫീൽ ചെയ്തു. സ്റ്റോറി ഭയങ്കര വീക്ക് സ്ക്രിപ്റ്റാണ്. സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു ബസ്സിൽ നായകൻ ഇരിക്കുന്നു, പരോളിൽ വരുന്ന അവിടെ ഒരു ഫൈറ്റ് സീൻ, ഓക്കെ, സ്ഥിരം ഫൈറ്റ് സീൻ. അത് കഴിഞ്ഞൊരു പാട്ട്, സ്ഥിരം നമ്മൾ കാണുന്ന ഒരു ആൽബം സോങ് സ്ഥലത്തൊരു പാട്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഫൈറ്റ് സീൻ. ആ ഫൈറ്റ് സീൻ പ്രത്യേകിച്ച് വലിയ റെലവൻസ് ഒന്നും ഫീൽ ചെയ്തില്ല. അതിനുശേഷം നടൻ്റെ ഓരോരുത്തരോരോ ഇത് കാണിച്ചു പോകുന്നു. പിന്നെ അർജുൻ അശോകൻ, പുള്ളിയാണ് പുള്ളിയുടെ ഇതിലെ അനിയനായിട്ട്, നമ്മുടെ ജോജുവിൻ്റെ അനിയനായിട്ട് അഭിനയിച്ചത്. പുള്ളിയുടെ ക്യാരക്ടർ വില്ലി, അയ്യോ വില്ലി 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 വില്ലി, സിനിമയിൽ മൊത്തം വില്ലി മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമ്മാ പറഞ്ഞ് അതിലൊരു ഇമോഷൻ കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തിനാണ് പുള്ളിയുടെ പേര് ഇത്രയും പ്രാവശ്യം അല്ലെങ്കിൽ പുള്ളി ഇതിൽ വലിച്ചിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. പക്ഷെ അതിൽ നമുക്ക് അങ്ങനെ പറ്റിപ്പോയി എന്നൊരു ഇമോഷൻ ഒന്നും ഒരിടത്തും ഫീൽ ചെയ്യുന്നില്ല. നമ്മളെ പിടിച്ചിരുത്താനോ എൻഗേജിങ് ആയിട്ട് ഇരുത്താനോ ഒന്നും സ്ക്രിപ്റ്റിനും പറ്റിയിട്ടില്ല, ഡയറക്ഷനും പറ്റിയിട്ടില്ല. കുറേ ആക്ഷൻ സീൻസ് ഉണ്ട്. അതിലുപരി ഇടയ്ക്കിടയ്ക്ക് ഏതോ 2-3 പാട്ടുണ്ട്, ഒരു പാസ്റ്റ് കാണിക്കുന്ന സീനുണ്ട്, ഒട്ടും റെലവൻ്റ് അല്ല. പിന്നെ ഡ്രാമ, ഭയങ്കര ഡ്രാമ ഫീൽ ചെയ്തു. പല സ്ഥലത്തും ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്തു. ഡോണ്ട് നോ. പിന്നെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്സിങ്ക്, പല സ്ഥലത്തും ലിപ്സിങ്ക് ഭയങ്കര ശോകമായിട്ട് തോന്നി. പ്രത്യേകിച്ച് നമ്മുടെ ജോജുവിൻ്റെ സിസ്റ്ററായിട്ട് ഒരാൾ അഭിനയിക്കുന്നുണ്ട്, പുള്ളിക്കാരുടെ പേര് ഞാൻ മറന്നുപോയി. ആ സംഭവമൊക്കെ ഒട്ടും എന്താ പറയുക, നമുക്ക് പുള്ളിക്കാരി ആ ഒരു രീതിയിൽ അനക്കുന്നു, സൗണ്ട് ഒരു രീതിയിൽ വരുന്നു. അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റ് പല സ്ഥലങ്ങളിലും നരിച്ചഭിനയിക്കുകയായിരുന്നു. ഒരു പോലീസ് സ്റ്റേഷൻ സീനൊക്കെ ഉണ്ട് അതിൽ. പിന്നെ ബാബുരാജിൻ്റെയൊക്കെ നമ്മൾ ഒരു 2000-2010 സമയത്തൊക്കെ ഒരുപാട് സിനിമയിൽ വില്ലനായിട്ട് വരുന്നു, അടി കൊള്ളാൻ നിൽക്കുന്നു, നായകനെ ചൊടിപ്പിക്കുന്നു, അടി കൊള്ളുന്നു, സെയിം സാധനം. മുരളി ഗോപിയുടെ വില്ലൻ ക്യാരക്ടർ, പുള്ളിയുടെ ഒരു സ്വാഗും ഒരു ഇരിപ്പും ഇതൊക്കെ വില്ലൻ ഉണ്ടെങ്കിലും ഫൈനലൊക്കെ ആയപ്പോൾ ക്ലൈമാക്സ് സീനൊക്കെ പെട്ടെന്ന് തീർത്ത പോലെയാണ്. അതുവരെ വലിച്ചു നീട്ടി വന്നു. ക്ലൈമാക്സ് ഒന്നും ഒരു ഇമ്പാക്റ്റും ഇല്ല. വരുന്നു, ഫൈറ്റ് ചെയ്യുന്നു, തീർക്കുന്നു. അതിൽ പ്രത്യേകിച്ച് ഒരു റെലവൻസും ഫീൽ ചെയ്തില്ല. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ അറിയാൻ പറ്റുമേ, ഈ സിനിമയിൽ എങ്ങനെ ഒരാൾ വരുന്നു, ഇയാളായിരിക്കും നടൻ, ഒരാൾ വരുന്നു, ഇയാളായിരിക്കും വില്ലൻ, ഒരാൾ വരുന്നു, ഇയാളായിരിക്കും മരിക്കാനുള്ള ആൾ, ഒരാൾ വരുന്നു, ഇയാളായിരിക്കും ചതിക്കപ്പെടുന്നത്, ഇയാളായിരിക്കും ചതിക്കപ്പെടേണ്ടത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആരൊക്കെ എന്തൊക്കെ ക്യാരക്ടറാണ്. ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു. പ്രഡിക്റ്റബിലിറ്റിയൊക്കെ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നി. ഇത് അടുത്ത് ഇത് തന്നെ സംഭവിക്കും, അടുത്ത് ഇയാൾ മരിക്കും, അടുത്ത് ഇയാൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ അടുത്ത് ഇയാൾക്ക് എന്തെങ്കിലും പറ്റും. അങ്ങനെ ഭയങ്കര ക്ലീഷിയ സ്റ്റോറി വിത്ത് ക്ലീഷിയ ഡയറക്ഷൻ, ഒട്ടും ഇമ്പാക്ട്ഫുൾ അല്ലാത്തൊരു മൂവി ആയിട്ടാണ് എനിക്ക് വരവ് ഫീൽ ചെയ്തത്. 2-3 ഫൈറ്റ് സീൻസ് ഒഴിച്ച് നടത്തി കഴിഞ്ഞാൽ ജോജുവിൻ്റെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ബൈജുവിൻ്റെ 2-3
കോമഡി സീൻസൊക്കെ ഒഴിച്ച് നടത്തി കഴിഞ്ഞാൽ സിനിമയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു പഴഞ്ചൊല്ല് പറയുമ്പോൾ പഴയ വീഞ്ഞ് പുതിയ പെട്ടിയിൽ അല്ലെങ്കിൽ പുതിയ കുപ്പിയിൽ തരുന്നു എന്നൊരു സാധനം എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ വരവായിട്ടുള്ളൊരു ഒപ്പീനിയൻ. ഇതെൻ്റെ മാത്രം ഒപ്പീനിയനാണ്. ഈ മൂവി ഇഷ്ടപ്പെട്ടവർ കാണും. ഇങ്ങനത്തെ ടൈപ്പ് മൂവീസ് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ മൂവി വർക്കാവുമായിരിക്കും. എനിക്കിത് ടോട്ടലി വർക്കായില്ല. എനിക്ക് തിയേറ്ററിലൊന്നും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മൂവിയായിരുന്നു ഇത്. അപ്പോൾ നാളെ പുതിയൊരു റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം. ബൈ.